കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തിരുവനന്തപുരം പാളയത്തുണ്ടായ സംഘർഷങ്ങളിൽ കേസെടുത്തു. SFI പ്രവർത്തകർക്കെതിരെ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. കണ്ടോൺമെന്റ് പോലീസാണ് 2 FIRകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. KSU പ്രവർത്തകർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായി വിവരമില്ല. KSU പ്രവർത്തകനെ മർദ്ദിച്ചതിനും വിജയാഹ്ലാദ പ്രകടനത്തിനിടെ പോലീസിനെ ആക്രമിക്കുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്ത സംഭവങ്ങളിലുമാണ് SFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തത്. ഇന്നലെ രാവിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തിയ KSU പ്രവർത്തകനായ അഭിജിത്ത് സജിയോട് SFI പ്രവർത്തകർ ID കാർഡ് ആവശ്യപ്പെടുകയും അത് നൽകാത്തതിനെ തുടർന്ന് മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. അഭിജിത്തിനെ അസഭ്യം വിളിക്കുകയും മതിലിനോട് ചേർത്തു നിർത്തി മുഖത്തും തലയിലും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് FIRൽ ആരോപിക്കുന്നത്. സംഭവത്തിൽ ആഷിഖ്, അർജുൻ, വൈഭവ് ചാക്കോ, ഹരികൃഷ്ണൻ എന്നീ SFI പ്രവർത്തകർക്കും കണ്ടാൽ അറിയാവുന്ന മറ്റു 3 പേർക്കുമെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ രാത്രി 10 മണിയോടെ SFI നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തിനിടയിലാണ് രണ്ടാമത്തെ സംഘർഷമുണ്ടായത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം വെച്ച് SFI പ്രവർത്തകരും KSU പ്രവർത്തകരും ഏറ്റുമുട്ടി. പരസ്പരം കല്ലെറിഞ്ഞ ശേഷം SFI പ്രവർത്തകർ സംഘർഷം തടയാൻ ശ്രമിച്ച പോലീസുകാരെ ആക്രമിച്ചുവെന്നാണ് ആരോപണം. ആക്രമണത്തിൽ മ്യൂസിയം SHO അനൂപിന്റെ ഇടത് കൈയിലെ എല്ലൊടിഞ്ഞെന്നും മറ്റ് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നും FIRൽ പറയുന്നു. SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തും. ഇന്നലെ ലാത്തി വീശിയിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയിരുന്നില്ല. കോൺഗ്രസ് അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ SFI പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു. CPM നേതാക്കളായ MV ജയരാജനും AA റഹീമും സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ സ്ഥലത്തുനിന്ന് മാറ്റിയത്. പോലീസ് ഏകപക്ഷീയമായി പെരുമാറിയെന്നും KSU പ്രവർത്തകരുടെ അക്രമം പോലീസ് നോക്കി നിന്നെന്നും AA റഹീം ആരോപിച്ചു. സംഘർഷത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തവും പോലീസിനാണെന്ന് AA റഹീം ആരോപിച്ചു. പോലീസ് ഏകപക്ഷീയമായി പെരുമാറി. അവർ തന്നെ ക്ഷണിച്ചു വരുത്തിയ പ്രശ്നമാണിത്. പോലീസിന്റെ ബലത്തിൽ KSUക്കാർ SFI പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് ആദ്യം മുതൽ അവസാനം വരെ ഏകപക്ഷീയമായി തന്നെയാണ് പെരുമാറിയത്, AA റഹീം പറഞ്ഞു. KSU പ്രവർത്തകരെ മാറ്റാൻ പോകുന്നതിന് പകരം പോലീസ് വല്ലാത്ത VD സതീശൻ ഭക്തിയിൽ തങ്ങളുടെ പിള്ളേരുടെ നേരെ വരികയാണ് ചെയ്തത്. ഇവിടെ ഈ സംഘർഷം മുഴുവൻ ക്ഷണിച്ചു വരുത്തിയത് KSU മാത്രമല്ല, പോലീസും കൂടിയാണ്. അങ്ങനെ ചെയ്താൽ പിരിഞ്ഞു പോകുന്നവരാണ് SFIക്കാരെന്ന് കരുതിയോ? AA റഹീം പറഞ്ഞു. SFI നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് SFI മാർച്ച് നടത്തും. ഇന്നലെ ലാത്തി വീശിയിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയിരുന്നില്ല. കോൺഗ്രസ് അനുകൂല ഫ്ലെക്സ് ബോർഡുകൾ SFI പ്രവർത്തകർ വ്യാപകമായി നശിപ്പിച്ചു.